ഇറാനിലെ കൊല്ലപ്പെട്ട മുൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ ഖബറടക്കവുമായ ഘോഷയാത്രയും അനുബന്ധ ചടങ്ങുകളും അവിടെ പുരോഗമിക്കുമ്പോൾ എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്, മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് വിലായത്തുൽ ഫക്കീഹിലെ സൂര്യൻ എന്നാണ്. ഈ വിലായത്തുൽ ഫക്കീഹ് എന്ന് പറയുന്നത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ മറ്റൊരു പേരാണ്. എന്ന് വെച്ചാൽ ഫുഖഹാക്കളുടെ അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വിലായത്ത്, അധികാരമുള്ള രാജ്യം എന്ന്. അപ്പം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഈ കൊല്ലപ്പെട്ട, അതായത് ഫെബ്രുവരി 28 അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖാംനയി എന്ന ആത്മീയ നേതാവ്, 86 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഉയർന്ന മതപണ്ഡിതനാണ്. അതുപോലെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട, അതായത് പ്രവാചകരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. വലിയ മതപാണ്ഡിത്യം നേടിയ ആളാണ്. അങ്ങനെയുള്ള സുപ്രീം ലീഡറായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അവിടുത്തെ പരമാധികാരം. എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിനേക്കാൾ കൂടിയ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടിയ, പട്ടാള മേധാവിയേക്കാൾ, സുപ്രീം കോടതി ജഡ്ജിയേക്കാൾ എല്ലാം കൂടിയ ഏറ്റവും വലിയ പരമോന്നത നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 86 വയസ്സിൽ ഇങ്ങനെ പണ്ഡിതനായിട്ട് ജീവിച്ച് ഷഹീദായി മരിച്ച ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ടയാൾ. ഇപ്പം നമ്മൾ മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഷിയാക്കളാണ്, നമ്മൾ സുന്നികളാണ് എന്നൊരു വ്യത്യാസം മറുഭാഗത്തുണ്ട്. അതിരിക്കട്ടെ. എങ്കിൽ പോലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ആ ധീര വിപ്ലവകാരി, അദ്ദേഹത്തിൻ്റെ ചരിത്രം, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്കറിയാം. പണ്ട് സദ്ദാം ഹുസൈൻ എന്ന ഇറാഖിലെ ഒരു നേതാവുണ്ടായിരുന്നു, ഇറാഖി പ്രസിഡൻറ്റ് സദ്ദാം ഹുസൈൻ. അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഹർത്താൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇന്ന് CPM നേതൃത്വത്തിലുള്ള പല വായനശാലകളിലും തൂക്കി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഫോട്ടോകളും അവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സദ്ദാം ഹുസൈൻ എന്ന ഒരു മുസ്ലിം നേതാവ് എന്ന രൂപത്തിൽ കണ്ടുകൊണ്ടല്ല. പണ്ട് രാജാവ് തുണിയുടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥ നമ്മളൊക്കെ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ. ആ സമയത്ത് പറഞ്ഞ ആ കുട്ടിയുടെ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടല്ലോ, അത് ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അനീതിയും അക്രമവും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുക്കാൻ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ. അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, മൻ തമസക്ക സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിയത്ത ഷഹീദ്. എൻ്റെ ചര്യ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവന് അവസാന ഘട്ടത്തിൽ അവന് ഫലഹു അജ്റു മിയത്ത ഷഹീദ്, അവന് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. എന്താ നബിയുടെ ഏറ്റവും വലിയ ചര്യ എന്നറിയോ? നബിയുടെ ഏറ്റവും വലിയ ചര്യ എന്താണെന്ന് വെച്ചാൽ അംറും ബിൽ മഅറൂഫി വ നഹിയുൻ അനിൽ മുൻകർ. എല്ലാ പ്രവാചകന്മാരുടെയും ഏറ്റവും ഒന്നാമത്തെ ചര്യ അതായിരുന്നു. അതായത് നല്ലത് കൽപ്പിക്കുക, മുൻകർ വെറുക്കപ്പെട്ടതിനെ തടയുക. എങ്ങനെ തടയണം? അതും ഖുർആനിലും ഹദീസിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ റഅ മിൻകും മുൻകറൻ ഫൽ യുഗയ്യിർ ബിയദി. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അവൻ അവൻ്റെ കൈ കൊണ്ട് തടയണം. ഫൈല യസ്തീഫ ബി ലിസാനി. അതിന് പറ്റാത്തവന് അവൻ്റെ നാവ് കൊണ്ട് തടയണം. ഫൈല യസ്തീഫ ബി കൽബി. അതിനും ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ
അവൻ മനസ്സുകൊണ്ട് ആ തിന്മയെ വെറുക്കണം. അത് വദാലിക അദ്ഗഫുൽ ഈമാൻ, അത് ഈമാനിലെ ഏറ്റവും ബലഹീനമായ അവസ്ഥയാണ് എന്ന്. അപ്പം നമുക്കറിയാം, ഫലസ്തീനിലും സിറിയയിലും പശ്ചിമേഷ്യൻ നാടുകളിലുള്ള പാവപ്പെട്ട രാജ്യങ്ങളെ ഭരണാധികാരികളെ എല്ലാവരെയും തന്നെ ഈ അമേരിക്കയും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രവും ചേർന്ന് ഇല്ലാതെയാക്കുകയാണ്, അവരെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ. അങ്ങനെയുള്ള സമയത്ത് അതിൽപ്പെട്ടാണ് സദ്ദാം ഹുസൈൻ ആയാലും സിറിയയിലെ നേതൃത്വമായാലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഗദ്ദാഫി ആയാലും ഫലസ്തീനായാലും എന്ന് തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ഇവരിങ്ങനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ 10-40ഓളം അറബ് രാഷ്ട്രങ്ങൾ, ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള പെട്രോൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാടുകൾ, അവിടുത്തെ ഭരണാധികാരികൾ മൗനം പാലിച്ചു. അവർക്കെല്ലാം അമേരിക്കയുടെ സഹായം വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഈ തിന്മയ്ക്കെതിരെ. അപ്പോൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന സുന്നി വിശ്വാസമാണ്, അവിടെ ഷിയ വിശ്വാസമല്ല. അവിടുത്തെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരെ ഇവർ അമേരിക്കനോട് എതിർത്ത് സംസാരിച്ചു, ഇസ്രായേലിനോട് എതിർത്ത് സംസാരിച്ചു. ആ സമയത്ത് അമേരിക്കയുടെ ശത്രുവായി മാറി ഇറാൻ. വർഷങ്ങളായി ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഒന്നവിടെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന മര്യാദയ്ക്കുള്ള, നമുക്ക് മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് വിലക്കപ്പെട്ടു. വൈദ്യുതി ഇല്ലാത്ത നാടുകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ആ രാജ്യത്ത് അമേരിക്കയും ഇസ്രായേലും ഒരുക്കുന്ന കുതന്ത്രങ്ങൾക്കെതിരെ ആ രാജ്യത്തെ ചെറുത്തുനിൽപ്പിൻ്റെ പാതയിലേക്ക് നയിച്ചു എന്നതാണ് ആയത്തുള്ള അലി ഖാംനയി എന്ന മഹാപണ്ഡിതനെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ സൗദി രാജാക്കന്മാരെ പോലെ തനിക്കൊരു സുരക്ഷിതമായ താവളം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് തൻ്റെ രാജ്യത്തെ കൊണ്ടുപോയാൽ അയാൾക്ക് എത്ര സൗകര്യം വേണമെങ്കിലും അമേരിക്ക കൊടുക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടുകൾ ആ നാട്ടിലെ ജനങ്ങളെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകങ്ങളാക്കി മാറ്റി. ഓരോ ചെറിയ കുട്ടി പോലും ചെറുത്ത് നിൽക്കാനുള്ള, നമ്മൾ മരിച്ചാലും വേണ്ടിയില്ല, നമ്മൾ പൊരുതണം എന്നുള്ള ചിന്താഗതിയിലേക്ക് വളർത്തി. എന്നിട്ട് അദ്ദേഹത്തെയും കൊന്നു കളഞ്ഞു ഒരു റമദാൻ മാസത്തിൽ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഹീന ഹയാത്തിൽ ഉലമായി, പടച്ചവനെ എന്നെ ഉലമായിട്ട് ആലിമായിട്ട് ജീവിപ്പിക്കണം. അഹീന മൗത്ത ശുഹദായി, നമ്മൾക്ക് ഷഹീദിൻ്റെ മരണം തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ മുസ്ലിമിൻ്റെ പ്രാർത്ഥനയത്. അങ്ങനെ സ്വന്തം രാജ്യത്തിന് വേണ്ടി മതപണ്ഡിതനായി ജീവിച്ച് അതുപോലെ ഷഹീദായി റമദാൻ മാസത്തിൽ മരിച്ചു എന്ന, സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്നത് ഇപ്പം തന്നെ ലോകത്തിലെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഖബറടക്ക ചടങ്ങുകൾക്ക്, അത്രയും ജനപങ്കാളിത്തമുള്ള ഖബറടക്ക ചടങ്ങുകൾക്ക് ഇറാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകമാണ് വിലായത്തുൽ ഫക്കീഹിലെ സൂര്യൻ. കോഴിക്കോട് ബുക്ക് ആൻഡ് പ്രിൻ്റ് പബ്ലിക്കേഷൻസാണ് അത് പുറത്തിറക്കിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ വില 270 രൂപയാണ്. ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു തരും. പിന്നെ ആ പുസ്തകം ഇപ്പോൾ വിപണിയിലുണ്ട്. ഒരുപാട് പേജുള്ള പഠിക്കേണ്ട പുസ്തകം തന്നെയാണ്. ഈ ആയത്തുള്ള അലി ഖാംനയുടെ 2 ഭാഗങ്ങളാണുള്ളത്. അലി ഖാംനയുടെയും സദ്ദാം ഹുസൈൻ്റെയും ചരിത്രം വിശദീകരിക്കുന്ന പുസ്തകമാണ് വിലായത്തുൽ ഫക്കീഹിലെ സൂര്യൻ. ഇന്ന് ആയത്തുള്ള അലി ഖാംനയുടെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സുന്നി വിശ്വാസക്കാരനാണ്, അദ്ദേഹം ഷിയ വിശ്വാസക്കാരനാണ് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥനകളോടെ ഈ വീഡിയോ ഞാൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.